കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉപാധി അംഗീകരിച്ചിരിക്കുന്നു CPIM. കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനം വന്നിരിക്കുന്നു. ധാരണാപത്രം മരവിപ്പിക്കുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. D. ബിനോയ് ചേരുന്നു. CPIയെ സംബന്ധിച്ചിട്ട് വലിയ വിജയം. ആ വിജയത്തെക്കാൾ ഉപരി ഇപ്പോഴത്തെ തീരുമാനം എന്താണ്? ഇന്ന് രാവിലെയാണ്, അല്പസമയങ്ങൾക്ക് മുമ്പാണ് CPIഎമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. യോഗത്തിൽ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ, പാർട്ടി ദേശീയ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി, ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇവർ പങ്കെടുത്തതിന് ശേഷം ഏകദേശം അരമണിക്കൂർ സമയം നീണ്ടുനിന്ന ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള നീക്കം നടത്തുക, അതായത് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന കത്ത് കേന്ദ്രത്തിന് അയക്കുക. രണ്ടാമത്തേത്, ഈ കത്തയക്കാൻ ഇടയായ സാഹചര്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട വ്യവസ്ഥകളിൽ ചിലത് സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാൻ ആവില്ല, പ്രത്യേകിച്ചും കരിക്കുലവുമായി ബന്ധപ്പെട്ട് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അയക്കുക. ഈ കത്ത് അയക്കുന്നത് നവംബർ 2 ശേഷമായിരിക്കും. നവംബർ 2 ഇടതുമുന്നണി യോഗം ചേരും. യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഈ കത്ത് കേന്ദ്രത്തിന് അയക്കും. ഒപ്പം ഇന്ന് നടന്ന ചർച്ചയുടെ വിവരങ്ങൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അറിയിക്കുകയും ചെയ്യും. ഇതായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നത്തെ തീരുമാനങ്ങൾ. പക്ഷെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ വിജയം, അതായത് ഈ ഒരു തിരുത്തൽ ശക്തിയായി CPI നിന്നതിന് കിട്ടിയ ഒരു വിജയം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായി അവർ ആ നിലപാട് കടുപ്പിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് മന്ത്രിമാർ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. ആ നിലപാട് ഇന്നലെ ചേർന്ന യോഗങ്ങളിലും ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് മന്ത്രിമാർ കണ്ടതിന് ശേഷവും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ഒരു പാർട്ടി CPIഎമ്മിന്റെ ദേശീയ സെക്രട്ടറി MA ബേബി ഫോൺ സംഭാഷണം നടത്തിയിട്ട് പോലും നിലപാടിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി സ്വരം കടുപ്പിച്ച് പറഞ്ഞിരുന്നത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല, കേരളത്തിന് കിട്ടാനുള്ള ഫണ്ട് നഷ്ടമാകും, അതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകും, വേണമെങ്കിൽ ചില ഉപാധികൾ അതിൽ വെച്ച് നമുക്ക് സംസാരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നിപ്പോൾ തീരുമാനത്തിൽ വലിയ തരത്തിലെ മാറ്റം, CPIക്ക് വലിയ തരത്തിലെ വിജയം, അതായത് പൂർണ്ണമായും പദ്ധതി മരവിപ്പിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പിന്മാറുന്നതിനെ കുറിച്ച് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് പിന്മാറുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അവർ പറയുകയും ചെയ്തിരിക്കുന്നു. ചില വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ല എന്ന് കത്തിൽ കാണിക്കും. അത്തരത്തിൽ CPI അവരുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തിയ സമ്മർദ്ദ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദം വലിയ തരത്തിലെ വിജയത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഈ നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. തൊട്ടു പിന്നാലെ SIRമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് നടക്കുന്നു. SIRനെതിരെ പ്രതിഷേധിക്കേണ്ട സമയം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഒരുമിച്ച് നിന്ന് വലിയ തരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ ഭിന്നശക്തികളായി നിൽക്കുന്നത് ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യും എന്ന് ഒരുപക്ഷെ CPIഎം നേതാക്കന്മാർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു അനുനയ നീക്കത്തിനപ്പുറത്തേക്ക് CPIഎം മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇത് ഇപ്പോൾ ഈ 2 ടേമിലായി, അതായത് ഇടതുമുന്നണി സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ വിജയമാണ് CPIക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് അവർ എന്ത് നിലപാടാണോ ദേശീയ തലത്തിൽ CPI സ്വീകരിച്ചിരിക്കുന്നത്, ആ നിലപാടിന് വിരുദ്ധമായി നടത്തിയ ഒരു കരാർ അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്, ആ ഉടമ്പടി പിൻവലിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് പിന്മാറുന്നതിന് വേണ്ടി നടത്തിയ സമ്മർദ്ദം, അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ CPIക്ക് വലിയ തരത്തിലെ വിജയം നേടിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിന്റെ രാഷ്ട്രീയ മാനം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നേട്ടം CPIക്ക് വളരെ വലുതാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ CPIഎമ്മിന് മുന്നിലേക്ക് വഴങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ അവരുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാർക്ക്, അണികളോട്, പ്രവർത്തകരോട്, ഒപ്പം അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ വലിയ തരത്തിൽ മറുപടി പറയേണ്ടി വരുമായിരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെയെല്ലാം അവരൊരു അജയ്യ ശക്തിയായി രാഷ്ട്രീയത്തിൽ അവരുടെ നിലപാടിന് ലഭിച്ച ഒരു വലിയ വിജയം. ആ വിജയത്തിനപ്പുറത്തേക്ക് അവരുടെ നേതാക്കന്മാരെടുത്ത നിലപാടുകൾക്ക് ലഭിച്ച വിജയം. കാരണം CPIയിൽ എല്ലാ നേതാക്കന്മാരും, ദേശീയ നേതാക്കന്മാർ
നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും മന്ത്രിമാരും മറ്റ് ഘടകങ്ങളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ഒരു പക്ഷേ AYF തന്നെ വലിയ തരത്തിൽ പ്രതിഷേധം മാർച്ച് വരെ സംഘടിപ്പിച്ചു. അങ്ങനെ നടത്തിയിട്ടുള്ള നീക്കങ്ങൾക്ക് ലഭിച്ച ഒരു രാഷ്ട്രീയ വിജയമാണ് MS ഇത്. ഇത് പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനാണല്ലോ തീരുമാനം. വാസ്തവത്തിൽ ഈ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇത്തരത്തിലൊരു കത്തയക്കുമ്പോൾ ഇനി സാങ്കേതികമായിട്ട് അത് ഏത് രീതിയിലായിരിക്കും അത് നടപ്പാക്കപ്പെടുക? MS ഇതിനകത്ത് ഒരു കാര്യം ഈ BJP നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവര് പറയുന്നത് കേന്ദ്രം പിന്മാറിയാൽ മാത്രമേ ഈ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. ആ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ സംസ്ഥാനം ഒരു പക്ഷേ ഫണ്ട് സ്വീകരിക്കാതിരിക്കാം, അതല്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഒരു പക്ഷേ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിയമപരമായ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതായത് ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ല എന്ന് കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകും. അങ്ങനെ ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു നിയമപരമായ ഉപദേശം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കാം പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് അവർ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്മാറി കഴിയുകയാണെങ്കിൽ നിയമ പോരാട്ടത്തിന് വഴികളുണ്ട്. ആ നിയമ പോരാട്ടത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാനായിരിക്കാം സംസ്ഥാനം ആലോചിക്കുന്നത്. പക്ഷേ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചാൽ സംസ്ഥാനത്തിന് പിന്മാറാൻ പറ്റത്തില്ല. അത് കേന്ദ്രം തീരുമാനിക്കണം. കേന്ദ്രം പിന്മാറിയാൽ മാത്രമേ ആ ഉടമ്പടി ഇല്ലാതാവുകയുള്ളൂ. ധാരണാപത്രത്തിലെ ഉടമ്പടി വ്യവസ്ഥകൾ ഇല്ലാതാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഒരു നീക്കം ഇതിൽ ഡീപിനോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് കുറച്ചുകൂടി വ്യക്തതയുള്ള വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്നുള്ള തീരുമാനം അത് കേന്ദ്ര സർക്കാരിന് കത്തയക്കാൻ വേണ്ടിയുള്ള തീരുമാനം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പൂർണ്ണമായിട്ടും പിന്മാറുന്നു എന്നുള്ള രീതിയിലാണോ, അതോ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പുവെച്ചിട്ടുള്ള ധാരണാപത്രത്തിലെ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കുമോ കത്തയക്കുക? പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് വേണം, കരിക്കുലം, അത് പാഠ്യപദ്ധതി പോലുള്ള കാര്യങ്ങൾ, സ്കൂളുകളുടെ ഘടനാമാറ്റം അടക്കമുള്ള വിവാദ വ്യവസ്ഥകൾ അതൊന്നും അംഗീകരിക്കില്ല, അതിൽ മാറ്റം വരുത്തണം എന്നുള്ള നിലയ്ക്ക് ആണോ ഈ കത്ത് പോകാൻ സാധ്യതയുള്ളത്, അല്ലേ? തീർച്ചയായും ആ ഒരു ഉപാധികൾ വെച്ചുകൊണ്ടുള്ള ഒരു കത്തായിരിക്കും. കാരണം ഇതിനകത്ത് കേന്ദ്രം അതിന് മാത്രമേ പിന്മാറാൻ പറ്റുള്ളൂ. അത് വ്യക്തമായി ആ രേഖകളിൽ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇത് പിന്മാറേണ്ടത് ഒന്നാം കക്ഷി മാത്രമാണ്. ഒന്നാം കക്ഷി കേന്ദ്ര സർക്കാരാണ്. ആ ഒന്നാം കക്ഷി തീരുമാനിച്ചാൽ മാത്രമേ ഉടമ്പടി ഇല്ലാതാവുകയുള്ളൂ. പക്ഷെ ഇവർ മുന്നോട്ട് വെക്കാൻ പോകുന്ന ചില ഉപാധികൾ, ആ ഉപാധികളും വ്യവസ്ഥകളും മുന്നോട്ട് വെക്കും. അത് ഈ പാഠ്യപദ്ധതിയിലും ഒപ്പം ഈ സ്കൂളുകളുടെ ഘടനാമാറ്റം, ചില ചിത്രങ്ങൾ വെക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കും. ആ കാര്യങ്ങൾ പിൻവലിക്കണം, അതല്ലെങ്കിൽ അത് അംഗീകരിക്കാനാകില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കത്ത് അയക്കാൻ പറ്റും. ആ കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള നീക്കങ്ങൾ. എന്തായാലും ഇതുമായി വ്യക്തമായ വിവരങ്ങൾ അല്പസമയത്തിൽ നമുക്ക് അറിയാൻ കഴിയും. കാരണം ഇടതുമുന്നണി കൺവീനർ മാധ്യമങ്ങളെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ മാത്രമേ ഒരു ധാരണ എന്താണ് എന്നുള്ള കാര്യത്തെ അറിയാൻ പറ്റുകയുള്ളൂ. CPI നേതാക്കന്മാരും ഇവരുമായി സംസാരിക്കും. അതിനുശേഷം CPI നേതാക്കൾ മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഈ സംബന്ധിച്ചൊരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. MS ഇതിൽ പുതിയ ഉപാധികളിൽ CPI ജനറൽ സെക്രട്ടറി D രാജയുമായിട്ട് CPIM നേരത്തെ തന്നെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ CPIM കേരള നേതൃത്വം CPIയുടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ഈ ഉപാധികൾ വിശദീകരിക്കും. ഉപാധികൾ വിശദീകരിച്ചതിന് ശേഷം ഈ കത്തയക്കുന്ന പ്രക്രിയ ഉണ്ടാവുമെന്നാണ് കരുതേണ്ടത്, അല്ലേ? തീർച്ചയായും ഈ CPIയുമായി സംസാരിക്കുക മാത്രമല്ല, ഈ ഉപാധികൾ സംബന്ധിച്ച് LDF യോഗത്തിൽ ചർച്ച ചെയ്യും. കാരണം RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ തരത്തിലെ വിയോജിപ്പ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. NCP മാത്രമാണ് ഇതിൽ CPIMനെ അനുകൂലിച്ചൊരു നിലപാട് സ്വീകരിക്കുകയും ഒപ്പം CPIക്കെതിരെ പറയുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് LDF യോഗം ചേരുന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ഉപാധികൾ വെക്കണോ എന്ന കാര്യമൊക്കെ ആ LDF യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. നിലവിൽ ഈ കത്ത് അയക്കും. ഇതിന് ചില ഉപാധികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചായിരിക്കും കേന്ദ്രത്തിന് കത്തയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. MS ഇപ്പോൾ CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3:30 മന്ത്രിസഭാ യോഗം നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചേരുന്ന CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പ്രഖ്യാപനം ആയിട്ട് ആ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കാൻ സാധ്യത കാണുന്നുണ്ട്, അല്ലേ?
തീർച്ചയായും. അതായത് അല്പസമയത്തിന് മുമ്പായിരുന്നല്ലോ CPIMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം തീർന്നത്. അവിടെ വെച്ച് എടുത്ത തീരുമാനമാണ് ഈ ഉപാധികൾ ഇടതുമുന്നണി കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ MLA ബിനോയ് വിശ്വത്തെ അറിയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവർ ഇവിടെ ചർച്ച ചെയ്യുമായിരിക്കും. എന്തായാലും സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ അവിടെ നിന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മാറില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ CPIയും ഒരു പക്ഷേ ഈ മന്ത്രിസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയത്തില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഏറി കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്തരത്തിലൊരു തീരുമാനം വന്നതുകൊണ്ട് ഇനി വിട്ടു നിൽക്കില്ല. അതുകൊണ്ടാണ് ഈ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് സാധാരണ രാവിലെ നടക്കേണ്ട മന്ത്രിസഭാ യോഗം വൈകിട്ട് 3:30 മാറ്റിയത്. പ്രത്യേകിച്ചും ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന CPIMന്റെ നേതാക്കന്മാർ ചില ആശയവിനിമയങ്ങൾ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. MA ബേബി 2 ദിവസം മുമ്പാണ് എത്തിയതെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തങ്ങി ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിലെ തന്നെ ചില ചർച്ചകൾക്ക് മുൻകൈ എടുത്തിരുന്നു. ആ ചർച്ചകൾ കൂടി അടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് രാവിലെ അവൈലബിൾ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതും ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മന്ത്രിസഭാ യോഗം രാവിലെ ചേരേണ്ട, സാധാരണ 10 മണിയാകും മന്ത്രിസഭാ യോഗം ചേരുന്ന പതിവാണ്. ആ യോഗം നീട്ടി 3:30 പോയത്. കാരണം ഇനി മന്ത്രിസഭാ യോഗങ്ങൾ ചേരാൻ 1-2 മന്ത്രിസഭാ യോഗം മാത്രമേ ചേരാൻ കഴിയുകയുള്ളൂ. കാരണം ഇനി ഈ മാസം നവംബർ ആദ്യ വാരം കഴിയുന്നതോടെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭാ യോഗങ്ങൾ ചേരാൻ പറ്റില്ല, വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു പക്ഷേ ഈ 1-2 മന്ത്രിസഭാ യോഗങ്ങൾ നിർണായകമാണ്. മാത്രമല്ല നവംബർ 1-ാം തീയതി നിയമസഭ ചേരാൻ പോവുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ അന്ന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നിയമസഭയിൽ. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒതുക്കണം, അല്ലെങ്കിൽ ഇതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു. തമ്മിലുടക്കി നിന്നുകൊണ്ട് ഒരു പക്ഷേ ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ പിന്നീട് മന്ത്രിസഭാ യോഗം ഉടനെ ഇല്ല, അടുത്ത ബുധനാഴ്ച ഉണ്ടാവും. ഇതിനിടയ്ക്ക് നവംബർ 1 കേരളപ്പിറവി ദിനം വരുന്നു. അന്ന് നിയമസഭ ചേരുമ്പോഴേക്കും ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് ഭരണപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPIയെ അനുനയിപ്പിച്ചു ഒപ്പം നിർത്തി മന്ത്രിസഭാ യോഗത്തിൽ അവരെ മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ളൊരു നീക്കം തന്നെയാണ് CPIM നടത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. MS ഇതിലിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തലസ്ഥാനത്തില്ലാത്തവർ അത് ആ യോഗത്തിൽ ഓൺലൈനായിട്ട് ചേരും. സ്വാഭാവികമായിട്ടും നേരത്തെ D ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 3:30 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ PM ശ്രീ പദ്ധതി തൽക്കാലത്തേക്ക് നടപ്പാക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനത്തിലേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട കത്ത് അയക്കുകയും കേന്ദ്ര സർക്കാരിന് കത്ത് അയക്കുകയും ആ കത്തിൽ ഇതിലെ ഉപാധികളിൽ ചിലത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPIയോടുകൂടി ചർച്ച നടത്തി ധാരണയിലെത്തി ത്തിയിട്ടുള്ള ആ എതിർപ്പുള്ള ഉപാധികൾ അക്കമിട്ട് നിരത്തുകയും ആ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഒരു ഭാഗത്ത് വരുന്നു. പക്ഷേ അത് നിയമ നടപടികളിലേക്കോ മറ്റോ പോകേണ്ടി വരുമെന്ന് D ബിനോയ് സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരാണ് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടത്. അതാണ് MOUയുടെ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്. അപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എഴുതി ചേർത്തിട്ടുള്ള വ്യവസ്ഥകൾ അതിൽ പ്രധാനപ്പെട്ടതുമാണ്. ഒരു ഭാഗത്ത് അത് നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ CPIയെ സംബന്ധിച്ചിട്ട് അവരുടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിലേക്ക് അവർക്ക് ഒരു രാഷ്ട്രീയ വിജയം നേടുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിൻ്റെയും RSSൻ്റെയും BJPയുടെയും ശ്രമങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ സർക്കാർ അരുനിൽക്കാൻ പാടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPI ആവശ്യം ഉന്നയിച്ചപ്പോൾ ഒരു പക്ഷേ RSSൻ്റെയും BJPയെയും സംഘപരിവാറിനെയും കാവ്യവൽക്കരണത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന എത്രയെങ്കിലും CPIM-കാരായിട്ടുള്ള അണികൾ തന്നെയും CPI പറയുന്നതാണ് ശരി എന്ന് വിചാരിക്കുകയും എന്നാൽ പ്രത്യക്ഷത്തിൽ CPIM-ന്റെ പാർട്ടി ചട്ടക്കൂടിനെ ഭേദിച്ചുകൊണ്ട് അതിൻ്റെ പുറമേക്ക് അഭിപ്രായം പറയാതെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ബഹുഭൂരിപക്ഷവും ഉണ്ടാവാം. അവരെ സംബന്ധിച്ചിട്ടും ഇത് വിജയമാണ്. അതുകൊണ്ട് CPIക്ക് CPIM വഴങ്ങിയെന്നോ CPIM-ന്റെ മേൽ ഒരു വിജയം നേടിയെന്നോ ഉള്ള വ്യാഖ്യാനങ്ങൾക്കുപരിയായിട്ട് ഇടതുപക്ഷ മനസ്സുള്ള പുരോഗമന മനസ്സുള്ള എല്ലാവരുടെയും വിജയം എന്നുള്ള നിലയ്ക്കും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒപ്പം തന്നെ CPIM ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് കീഴടങ്ങി എന്നുള്ള നിലയ്ക്കായിരിക്കില്ല, മറിച്ച് സംസ്ഥാന സർക്കാരിനെ ഞെരിക്കുന്നതിന് വേണ്ടി ഫാസിസം അതിൻ്റെ എല്ലാ തരത്തിലുള്ള
ഉപകരണങ്ങളും ഉപയോഗിച്ച് സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗതികേടിൻ്റെ പരമമായ ഒരു അടിത്തട്ടിലെത്തിയ സമയത്ത് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടി വന്ന ഒന്നായിരുന്നു. പക്ഷേ ഇടതുപക്ഷം അതിൻ്റെ യഥാർത്ഥ പ്രത്യയശാസ്ത്ര അടിത്തറയുടെ മുകളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഈ CPI അടക്കമുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഇനി കേരളത്തിൻ്റെ ഞെരുക്കപ്പെട്ട സാമ്പത്തിക സ്ഥിതിയെ മുന്നോട്ട് നയിക്കാൻ എന്ന് മാത്രമല്ല ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപ് ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുൻപ് ഈ നാട് എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് ഭരിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനെ കേന്ദ്ര സർക്കാർ ഞെരുക്കിയിരുന്നത്, അതിന് പ്രതിവിധി എന്താണ് എന്നൊന്നും നിർദ്ദേശിക്കാൻ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക? ഖജനാവിൽ പൈസ ഇല്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ RSS സംഘപരിവാർ ഈ നാടിനെ ഞെരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് പ്രതിവിധിയൊന്നും പറയാതിരിക്കുകയും പിന്നീട് ഗതികേട് കൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ മാത്രം എതിർക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ടും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുമ്പോൾ പ്രതിപക്ഷവും CPIയും അടക്കമുള്ളവ ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം കേന്ദ്ര സർക്കാർ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളും പ്രതിവിധികളും ഒക്കെ നിർദ്ദേശിക്കാനുള്ള ബാധ്യത അവരിലേക്ക് കൂടി വന്നു ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് CPIഎമ്മിന് ഒരു പ്രതിരോധത്തിൻ്റെ തലം തീർക്കാൻ കഴിയുമോ ഡി ബിനോയ്? ഇതിനപ്പുറത്തേക്ക് ഒരു കീഴ്പ്പെടലോ അല്ലെങ്കിൽ ഒരു പരാജയമോ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ 2 ടേമായിട്ട് സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കിട്ടുന്നില്ല. ഈ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കിട്ടിയാൽ മാത്രമാണ് ഈ സ്കൂളിലെ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും ഈ പുതിയ പദ്ധതികളുമായി സംസ്ഥാന സർക്കാരിന്റെ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള അച്ചടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള പൈസ കഴിഞ്ഞ 2 വർഷമായിട്ട് 2 ടേമിൽ കിട്ടേണ്ട പൈസ 2 ഗഡു പൈസ അവർക്ക് കിട്ടുന്നില്ല. ആ സർവശിക്ഷാ അഭിയാന്റെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്നായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം. അത് മാത്രമല്ല ഈ PM ശ്രീ പദ്ധതി നടപ്പിൽ വരുമ്പോൾ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഇത് ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ എന്നാണ് പറയുന്നത്. മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അല്ല വരുന്നത്. CPI അവിടെയാണ് ഒരു ഏറ്റവും വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞത്. കാരണം ഈ 2 തരം വിദ്യാഭ്യാസ രീതിയിലേക്ക് ഒരു വിദ്യാർത്ഥികൾ മാറപ്പെടുന്നു. അത് ഒരിക്കൽ പോലും അംഗീകരിക്കാനാവില്ല. പിന്നെ പാഠ്യപദ്ധതിയിൽ ഒരു പക്ഷേ നമ്മൾ ഉൾപ്പെടുന്ന മതസൗഹാർദ്ദത്തിൻ്റെതായ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു കാവ്യവത്കരണത്തിന്റെ നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്ന ചില പാഠ്യഭാഗങ്ങൾ കൂടി വന്നു കഴിയുമ്പോഴേക്കും അതിൽ നമ്മുടെ ഈ പുതിയ അല്ലെങ്കിൽ കുഞ്ഞു തലമുറ അവർക്കുണ്ടാവുന്ന അവരിലേക്ക് കുത്തിയേൽപ്പിക്കപ്പെടുന്ന ഈ വല്ലാത്തൊരു വർഗീയമായ ഒരു വസ്തുത, ആ കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് CPI കൃത്യമായി അവരുടെ വിയോജിപ്പ് അറിയിച്ചത്. അതേസമയം ഈ വിയോജിപ്പോൾ അവരിവിടെ മാത്രമല്ല, അവർ ദേശീയ തലത്തിൽ CPIഎമ്മിനേക്കാൾ മുമ്പേ തന്നെ അവർ ഇതൊരു അജണ്ടയായി എടുത്തുകൊണ്ട് തന്നെ ദില്ലി യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ വലിയ തരത്തിൽ പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട്. അവരുടെ ക്യാമ്പയിൻ AIYFന്റെയും AISFന്റെയും ക്യാമ്പയിനുകളിൽ പോലും ഈ PM ശ്രീ പദ്ധതിക്കെതിരെ വലിയ തരത്തിൽ അവർ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും PM ശ്രീ പദ്ധതിയോട് ഒരു വിയോജിപ്പ് നേരത്തെ തന്നെ വലിയ തരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന CPIയുടെ മുന്നിലേക്കാണ് CPIഎം ഇത്തരത്തിലൊരു മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഉടമ്പടിക്ക് അവർ ഒപ്പിടാൻ തയ്യാറാണ്. അതിനപ്പുറം ഈ മറ്റൊരു പ്രതിസന്ധി സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വേറെ വഴിവെക്കില്ല. കാരണം CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ സർവശിക്ഷ നടപ്പിലാക്കിയേ മതിയാവുള്ളൂ. കാരണം സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടിയാൽ മാത്രമേ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനാവുകയുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഇത്രയധികം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർക്ക് കൂടുതൽ മുതൽ മുടക്കാൻ കഴിയാത്തൊരു സമയം. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ഈ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടുള്ള വലിയ തരത്തിലുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല, നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് CPIഎമ്മിന് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് അവർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 2 പേരും 2 ആശയങ്ങളിലൂടെ മുന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം പദ്ധതി പൂർണ്ണമായി വേണ്ട എന്ന നിലപാട് CPI നേരത്തെ തന്നെ എടുത്തിരുന്നു. അത് അവരുടെ യോഗങ്ങളിലും മറ്റും മുഖ്യ അജണ്ടയായി മുഖ്യ പ്രസംഗ വിഷയമായി മാറിയിരുന്നു.
അത്തരത്തിൽ ഈ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നവർ വീണ്ടും ഈ പദ്ധതി നടപ്പാക്കുന്ന ഒരു സർക്കാരിനൊപ്പം എങ്ങനെ കൂടെ പോകാൻ കഴിയുമെന്നൊരു ചോദ്യം സമൂഹത്തിൽ നിന്ന് ഉയരുമെന്ന് CPI നേതാക്കന്മാർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഒരു വിയോജിപ്പിന്റെ സ്വരം, അതിനേക്കാൾ നല്ലത് ഒരു തിരുത്തൽ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തിരുത്തൽ ശക്തിയായി LDF-ൽ അല്ലെങ്കിൽ ഇടതു മുന്നണിയിൽ നിന്നുകൊണ്ട് അവർ പോരടിച്ചത്, ആ പോരടിച്ചതിൽ കിട്ടിയ വിജയമെന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാൻ കഴിയും. അതെ, ഈ പദ്ധതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് പിൻവാങ്ങുന്നു എന്നുള്ളതിനെ CPIക്ക് കീഴടങ്ങുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഡി ബിനോയ് സൂചിപ്പിക്കുന്നത്. മറിച്ച് ആ CPIക്ക് കീഴടങ്ങി CPIM എന്ന് നമ്മൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശീർഷകം തന്നെ ഉചിതമല്ല. പ്രത്യേകിച്ചും CPIയുടെ ആവശ്യത്തെ അംഗീകരിച്ച് CPIM എന്ന് പറയുന്നതായിരിക്കും അതിൽ ഉചിതമെന്ന് തോന്നുന്നു. കാരണം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് CPIMനകത്തുള്ളവരിൽ തന്നെ വലിയ രീതിയിലുള്ള ആവശ്യമുയർന്നിരുന്നു. അണികൾ ആ രീതിയിലുള്ള ആവശ്യമുയർത്തിയിരുന്നു. RSSന്റെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ട പ്രകാരമുള്ള കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയായിട്ട് കേരളം മാറുന്നത് ഒരു കാരണവശാലും ഉചിതമല്ല. ഇപ്പോഴത്തെ താൽക്കാലികാവസ്ഥയിൽ പണം നേടുന്നതിനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിപ്പിച്ചേക്കാമെങ്കിലും ആ ഉപകാരപ്പെടുന്നത് ആർക്കാണ്? അത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആരാണ്? ഭാവി തലമുറയാണ്. ആ ഭാവി തലമുറയുടെ ജീനുകളിൽ, അവരുടെ തലച്ചോറിൽ കാവ്യവൽക്കരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വയ്ക്കുന്നത് ഭാവിയിൽ അവരൊരു പൗരനായി ഉയർന്നു വരുന്ന സമയത്ത് അവരുടെ പ്രത്യയശാസ്ത്ര ബോധത്തെയൊക്കെ അത് കളങ്കപ്പെടുത്തും എന്നൊക്കെയാണ് ഇടതുപക്ഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒന്നിന് വഴിവെച്ച് കൊടുക്കുന്നത് ഉചിതമല്ല. എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ഇത് ഉചിതമായ ഇടതുപക്ഷ സർക്കാർ കൃത്യമായിട്ട് സംയുക്തമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം. ആ തീരുമാനം ഇപ്പോൾ നടപ്പായിരിക്കുന്നു. CPI മുന്നോട്ട് വച്ച ഒരു പ്രതിരോധവും എതിർപ്പും അത് അംഗീകരിക്കുന്ന രീതിയിലേക്ക് CPIM മാറി എന്ന് പറയുന്നതായിരിക്കും ഉചിതമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം CPI വേറെ ഒരു ആശയപരമായ പോരാട്ടത്തിനും ഒരു വിയോജിപ്പും അവർ CPIMന് മുന്നിലേക്ക് വെച്ചില്ല. അവർ പ്രധാനമായി പറയുന്നത് ഈ പാഠ്യപദ്ധതിയിലെ കാവ്യവത്കരണം, ആ കാവ്യവത്കരണം എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല. വളർന്നു വരുന്ന തലമുറയിൽ ഈ വല്ലാത്ത തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും. അത് ഒരു പക്ഷേ ഭാവിയിൽ ഇടതുപക്ഷത്തെ പോലും അല്ലെങ്കിൽ ഇടതു ചിന്താഗതിയുള്ള ആളുകളെ പോലും മറ്റൊരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കും. അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് CPI അല്ലാതെ ഈ ഫണ്ട് വാങ്ങണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഫണ്ട് സ്വീകരിക്കേണ്ടെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അവർ പ്രധാനമായി പറഞ്ഞത് പാഠ്യപദ്ധതി അംഗീകരിക്കാനാവില്ല, ദേശീയ പാഠ്യപദ്ധതി അംഗീകരിക്കാനാകില്ല. ആ നിലപാടിൽ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെ തന്നെ വലിയ തരത്തിൽ ദോഷം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കരിക്കുലമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചാണ് അതിനൂടെ കടന്നു വരുന്നത്. അതാണ് CPI എതിർത്തത്. പക്ഷെ ഇതിനകത്ത് ഒരു വിജയമെന്നോ പരാജയമൊന്നോ അല്ല പറയാൻ പറ്റില്ല. ഇതൊരു ആവശ്യം മുന്നോട്ട് വെച്ചു, ആ ആവശ്യം അംഗീകരിച്ചു. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യമോ ഒന്നും അല്ല. അത് ഈ നമ്മൾ കണ്ടതാണ് പുന്നപ്ര വയലാർ സമര ദിനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും ഒക്കെ വളരെ അടുത്തിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുക, അവരുടേതായ രാഷ്ട്രീയത്തിലൂടെ സംസാരിച്ച് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ശക്തി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, CPI മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. അത് കാലിക പ്രസക്തമാണ്, ഈ വർത്തമാനകാലത്തിന് ആവശ്യമാണ്, ആ വർത്തമാനകാല ചിന്തകൾക്ക് ആവശ്യമാണ്. ആ ഒരു ആവശ്യം അവർ ആശയപരമായി മുന്നോട്ട് വെച്ചു. ഇതിനൊരു ആശയപരമായ വിജയത്തിന് അപ്പുറത്തേക്ക് മറ്റു മാനങ്ങളില്ല. അതെ, ഈ ഒരു തീരുമാനം രാജ്യവ്യാപകമായിട്ട് പ്രത്യേകിച്ചും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു വാർത്തയായിട്ട് ഇത് മാറും. കാരണം PM ശ്രീ പദ്ധതിയിൽ അതിന് വഴങ്ങുന്ന ഒന്നായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം മാറുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത അത് പ്രധാനമായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് കേരളം അതിൻ്റെ മതേതര പുരോഗമന മുഖം വീണ്ടും കാണിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നേക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തെരഞ്ഞെടുപ്പുകളിൽ CPIMന് അന്തസ്സായി അല്ലെങ്കിൽ ധൈര്യസമേതം പറയാൻ കഴിയും, ഞങ്ങൾ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. പക്ഷേ അതിലെ വ്യവസ്ഥകളിൽ ചില കാര്യങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ നമുക്ക് അംഗീകരിക്കാനാവില്ല. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത്തരത്തിലുള്ള ഒരു കാവ്യവൽക്കരണം കൊണ്ടുവന്നിട്ട് നമ്മുടെ കുട്ടികളുടെ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളോട് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പിന്മാറി. അതിൽ വ്യക്തമായ ഒരു നിലപാട് CPI അറിയിച്ചു. CPIയുടെ നിലപാട് അംഗീകരിക്കായിരുന്നു എന്നവർ കൃത്യമായി പറയാൻ കഴിയും. അതുവഴി അവരുടെ രാഷ്ട്രീയപരമായ ഒരു നേട്ടം, CPIMന് രാഷ്ട്രീയപരമായ
രാഷ്ട്രീയപരമായ നേട്ടം കൂടി ഉണ്ടായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു പക്ഷേ വിയോജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി എങ്ങും എത്താതെ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊതുജനത്തിന് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി ഇടതുമുന്നണി മാറിക്കഴിഞ്ഞിരിക്കുന്ന ചിന്തയിലേക്ക് വരുമായിരുന്നു. പക്ഷെ ആ ചിന്ത ഇവിടെ മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവം CPIM കാണിച്ചിരിക്കുന്നുവെന്ന് ആളുകൾക്ക് മുന്നിൽ പറയാൻ കഴിയും. അത് സംഘടനാ തലത്തിൽ അവർക്ക് ചർച്ചയാക്കി മാറ്റാം. പക്ഷേ അതിനു മുന്നിൽ ഇനി ഒരു ശക്തികൾക്ക് പോലും ഈ ഒരു വിയോജിപ്പിന്റെ അല്ലെങ്കിൽ CPIM എടുത്ത ഈ തീരുമാനത്തിൽ ഒരു വിയോജിപ്പിന്റെ സ്വരം ആർക്കും ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അത് കൃത്യമായ ഒരു നിലപാട്, പാർട്ടി നിലപാട്, CPI മുന്നോട്ട് വെച്ച ഒരു നിലപാട്, നമ്മുടെ ഈ സമൂഹത്തിന് ഇപ്പോൾ ആവശ്യമായ ഒരു നിലപാട്, ആ നിലപാടിനെ പാർട്ടി വ്യക്തമായി മനസ്സിലാക്കി ഉടമ്പടി നിന്ന് പിന്മാറുന്നു എന്ന് മാത്രം അതിനെക്കുറിച്ച് വ്യക്തമായി അവർക്ക് പറയാൻ കഴിയും. MS അല്പം മുമ്പ് CPI ദേശീയ സെക്രട്ടറി D രാജ അറിയിച്ച കാര്യം CPIM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ വിളിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കത്ത് അയക്കാൻ തീരുമാനിച്ച കാര്യവും അതിൽ നിന്ന് താൽക്കാലികമായിട്ട് പിൻവാങ്ങാനുള്ള തീരുമാനവും ഒക്കെ അറിയിച്ചു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനി ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുക തന്നെ ചെയ്യും 3:30 എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ ഈ CPIM ഏത് രീതിയിലാണ് അണികളുടെ മുമ്പിൽ അത് വിശദീകരിക്കുക, ഏത് സാഹചര്യത്തിലാണ് ഇത് ഒപ്പിടേണ്ടി വന്നത്, ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നത്, പിന്നീട് CPI പ്രതിരോധം ഉയർത്തിയപ്പോഴും ആ പ്രതിരോധത്തിൻ്റെ മുകളിലും ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയേണ്ടി വന്നത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇത് ഒപ്പിട്ടതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് പാഠ്യപദ്ധതിയിലൊന്നും മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചു നിന്നത്, അതിനുശേഷവും പിന്നീട് ഈ ആവശ്യത്തെ അംഗീകരിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലം എന്ത് എന്ന് LDFനെ സംബന്ധിച്ച് ഒപ്പം തന്നെ CPIMനെ സംബന്ധിച്ചിട്ട് സവിശേഷമായിട്ടും വിശദീകരണം നടത്തേണ്ടി വരും. ആ വിശദീകരണം നടത്തുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള കാര്യമാണ് നമ്മൾ തൊട്ടുമുമ്പ് സൂചിപ്പിച്ചത്. അത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെയും മറ്റ് മേഖലകളെയും സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ട് ആശ്രിത മനോഭാവം സൃഷ്ടിക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ള രീതിയിലായിരിക്കുമോ, അതോ ഇപ്പോൾ മാധ്യമങ്ങൾ ഉടനീളം ഇപ്പോൾ ഈ വാർത്ത വരുന്ന സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശീർഷകങ്ങൾ ശ്രദ്ധിക്കുക, CPIക്ക് മുന്നിൽ കീഴടങ്ങുന്നു CPIM, CPIയുടെ മുമ്പിൽ വഴങ്ങുന്നു എന്നിങ്ങനെ ഈ ഒരു തീരുമാനം പുരോഗമനാത്മകമായിട്ട് എടുത്തിട്ട് പോലും അതിനുശേഷവും CPIയെയും CPIMനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിപ്പിക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശീർഷകങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് D ബിനോയ്. ഇതിനകത്ത് ഒരിക്കൽ പോലും ഒരു പരാജയമേ ഉണ്ടായിട്ടില്ല. ഒരു ആശയപരമായ ചില സംഗതികൾ മാത്രമാണ്. അത് ഇടതുമുന്നണിക്കകത്ത് നേരത്തെ തന്നെ LDFനകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആശയം. ഇതിലെപ്പോഴും നമ്മൾ ധനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും എപ്പോഴും, അതായത് ഈ കഴിഞ്ഞ 2 സർക്കാരിന്റെ സമയത്തും സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. കാരണം ഓരോ കാര്യങ്ങൾക്കും വലിയ തരത്തിൽ പൈസ കടമെടുത്ത് ആണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കടമെടുപ്പ് അതിന്റെ ഏകദേശം ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇവിടെ ആണ് സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. സാമ്പത്തികമായി സർക്കാരിനെ വല്ലാതെ ഞെരുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നു എന്നവർക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം നേരത്തെ തന്നെ സാമ്പത്തികമായ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടാനുള്ള പൈസ കൊടുക്കുന്നില്ല, നമുക്ക് കടമെടുക്കാനുള്ള വ്യവസ്ഥകൾ പോലും പലതരത്തിൽ കേരളത്തിന് കടമെടുക്കേണ്ട പല വ്യവസ്ഥകൾ പോലും അംഗീകരിക്കുന്നില്ല, കിട്ടാനുള്ള പൈസ മാറ്റുന്നു, അതുപോലെ തന്നെ GST വരുമാനത്തിൽ നമുക്കുണ്ടാകുന്ന കുറവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഓരോ സമയങ്ങളിലും ധനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ തന്നെ ഓരോ വേദികളിൽ ഇത് പറഞ്ഞു പോയത് കൊണ്ട് തന്നെ കൃത്യമായി അവർക്ക് ഇവിടെയും ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധി പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും. എത്രയധികം കുട്ടികളാണ് ഈ സംസ്ഥാനത്ത് ഈ സർക്കാർ നൽകുന്ന ഉച്ചഭക്ഷണം കഴിച്ചും അവരുടെ സൗജന്യ യൂണിഫോമും ഒക്കെ ആയിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തെയും അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ കാര്യമായി ബാധിക്കാനുള്ള സാഹചര്യത്തിൽ കേന്ദ്രം ഞെരുക്കിയപ്പോൾ ഒപ്പിടേണ്ടി വന്നു എന്ന് വ്യക്തമായി പറയാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഇതൊരു പരാജയമല്ല, ഒരു പക്ഷേ ആശയപരമായ ഒരു പോരാട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിലവിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ CPIMന് ഇത് അംഗീകരിക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഇതിനൊരു അർത്ഥമുണ്ടാവുകയുള്ളൂ. അതല്ലാതെ ഒരു കീഴടങ്ങലോ അല്ലെങ്കിൽ മുട്ടുകുത്തലോ
ഒന്നുമല്ല, ഒരു പരാജയവുമല്ല. പക്ഷേ ഇതൊരു ഒരു ആശയം, ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ഗഡുവായി കിട്ടാതിരിക്കുന്ന സർവ്വശിക്ഷാഭിയാൻ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒക്കെ നടത്തിയ ഒരു നീക്കം. അതിനപ്പുറത്തേക്ക് വ്യക്തമായ ഭാഷയിൽ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യാതൊരു കാരണവശാലും മാറ്റം വരുത്തത്തില്ല, കേരളത്തിന്റെ സിലബസ് അതേപടി തന്നെ പഠിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു, എന്താണോ PM ശ്രീ പദ്ധതി മുന്നോട്ട് വയ്ക്കുക ആ പദ്ധതി അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചില സൂചനകൾ കൂടി ലഭിച്ചിരുന്നു. ആ സൂചനകൾ കൂടി വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തൽക്കാലം പിന്മാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. MS, ഇതെന്ത് സർക്കാർ എന്നായിരുന്നു നേരത്തെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ CPIM നേതാക്കൾ പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചത്, ഇപ്പോൾ ഈ ഒരു തീരുമാനം മാറ്റുമ്പോൾ ഇതാണ് സർക്കാർ എന്ന് അതിനെ തിരുത്തി പറയുന്ന രീതിയിലേക്ക് കൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാറുന്നു, സർക്കാരിൻ്റെ തീരുമാനത്തെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നാണ് CPIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. നേരത്തെ ഇത് CPIM-ഉം CPI-യും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് എന്ന് BJP പരിഹസിച്ചിരുന്നു. പക്ഷേ അതൊരു നാടകമല്ല, തിരുത്തേണ്ട സമയത്ത് തിരുത്തൽ ശക്തിയായിട്ട് മാറുകയും ആ തിരുത്തൽ ശക്തിയായിട്ട് തുടരുകയും ചെയ്യേണ്ടതുണ്ട്. ഒപ്പം അത് അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറാൻ കഴിയുന്ന ഒന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യയശാസ്ത്ര മനസ്സ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ വരുന്നു എന്നും സൂചിപ്പിച്ചേക്കാം. പക്ഷേ മറുഭാഗത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൻ്റെ തൊട്ട് പിറകെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം ഈ PM ശ്രീ പദ്ധതിയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടുള്ള പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നുള്ള കുറിപ്പുകൾ വരികയുണ്ടായി. ആ കുറിപ്പുകൾ പ്രകാരം പല സ്കൂളുകളിലും ലഭിക്കുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു, എന്നാൽ പാഠ്യപദ്ധതിയിൽ വലിയ ഇടപെടലുകളില്ല എന്നൊക്കെ രീതിയിലുള്ള ചില കുറിപ്പുകൾ വരികയുണ്ടായി. ഒരു പക്ഷേ ഇത് നടപ്പാക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കപ്പെട്ട കുറിപ്പാണോ അല്ലയോ എന്നറിയില്ല. അങ്ങനെ ഇത് MOU റദ്ദാക്കപ്പെടുകയും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങുകയും ചെയ്താൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്താവുമെന്ന് ചോദിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിനു മുൻപേ തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറയുകയുണ്ടായി, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉയരങ്ങളിലേക്ക് ഇതിലൂടെ പോകാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ടതില്ല, കാരണം ഇപ്പോൾ തന്നെ ഉയരങ്ങളിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് PM ശ്രീ പദ്ധതിയിലൂടെ വികസിക്കേണ്ട ഒരു ദരിദ്രാവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇല്ല എന്ന് മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളുമായിട്ടും മറ്റുമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എത്രയോ ഉയരത്തിലാണ് കേരളം എന്ന് അവകാശപ്പെടുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് PM ശ്രീ പദ്ധതി കൊണ്ട് സവിശേഷമായിട്ട് എന്തെങ്കിലും ഉയർച്ചയുടെ ആവശ്യം ഉദിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മറ്റ് മേഖലകളിലേക്ക് കൂടി ലഭിക്കേണ്ടുന്ന പണം ഇതിലൊപ്പിടാത്തതിലൂടെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങളുള്ള ആയിരിക്കാം വിശദീകരണമായിട്ട് വരുന്നത് അല്ലേ ഡി ബിനോയ്? തീർച്ചയായും അങ്ങനെ തന്നെ വരും. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളുടെ നിലവാരമോ ഒന്നും താഴേക്ക് പോയിട്ടില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വളരെ മുന്നിലാണ്. നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആണ്. നമ്മുടെ സ്കൂളുകളിൽ ഉള്ള സംവിധാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇപ്പോൾ പണ്ട് ബ്ലാക്ക് ബോർഡും ചോക്കും ഒക്കെ ഉപയോഗിച്ചിരുന്ന അവിടെ നിന്നൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്ക്രീനിലേക്ക് പ്രൊജക്ടർ ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു വിധത്തിലെ അപജയമോ പരാജയമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ വേണ്ടത് നമ്മുടെ മുന്നോട്ട് പോക്കിന് തടസ്സമായി നിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു സംവിധാനത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുക. കാരണം എല്ലാ വകുപ്പുകൾക്കും, കൃഷി വകുപ്പിനായാലും ആരോഗ്യ മേഖലയ്ക്കായാലും എല്ലാ മേഖലയ്ക്കും സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് കിട്ടേണ്ട തുകകളുണ്ട് കേന്ദ്രം നൽകേണ്ട. ആ തുകകളൊക്കെ നമ്മളെ മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട്. ആരോഗ്യ വകുപ്പിന് കിട്ടുന്നുണ്ട്, കൃഷി വകുപ്പിന് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോരോ മേഖലകൾക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് വളരെയധികം കിട്ടുന്നുണ്ട്, അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലകൾക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന് നമുക്ക് കിട്ടേണ്ടതായ ഒരു ഫണ്ട്, പക്ഷെ അവിടെ ഇവർ കൊണ്ടുവയ്ക്കുന്ന ചില ഉപാധികൾ അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾക്കെതിരെയായിരുന്നു സർക്കാരിന്റെയും ഈ CPIയുടെയും ഒക്കെ പോരാട്ടവും. അപ്പം ആ പോരാട്ടം ആണ് ഇവിടെ നടന്നത്. അതിനപ്പുറത്തേക്ക്
വർധനയ്ക്ക് മറ്റൊന്നുമില്ല. കാരണം ഈ സംസ്ഥാനത്തെ NHM ഫണ്ട് എന്ന് പറയുന്ന നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട്, ഇതൊക്കെ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടാണ്. കേരളത്തിന് അർഹമായ പൈസയാണ്, കേരളത്തിന് കൂടി കിട്ടേണ്ട പൈസയാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റു വകുപ്പുകൾക്കെല്ലാം കിട്ടുന്നു. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ചില ഉപാധികൾ, അതാണ് നമ്മുടെ കേരള സംസ്കാരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ മതസൗഹാർദ്ദത്തിന് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിന് അത് അംഗീകരിക്കാനാകില്ല. അതിനെയാണ് ആശയപരമായി നമ്മൾ വിയോജിച്ചിരുന്നതും CPI ആശയപരമായി അതിനെ എതിർത്തതും. അവരുടെ ആ നിലപാടാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വിയോജിപ്പായി എത്തിയത്. MS ബിനോയ്, മറ്റേത് വിഷയമായിരുന്നുവെങ്കിലും CPIയെ തള്ളിക്കൊണ്ട് CPIഎമ്മിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ വിഷയം, നേരത്തെ CPI ഉന്നയിച്ചിട്ടുള്ള ജനകീയ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ CPIഎമ്മിന് മറുവാദമുണ്ടെങ്കിൽ ആ മറുവാദത്തെ ഏകപക്ഷീയമായിട്ട് നടപ്പാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാബല്യം CPIഎമ്മിന് എക്കാലത്തുമുണ്ട്. പക്ഷേ ഈ വിഷയം എന്ന് പറയുന്നത് കായുവൽക്കരണം, വിദ്യാഭ്യാസ മേഖലയെ RSS വൽക്കരിക്കുക, ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അണികളെ സംബന്ധിച്ചിട്ട് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഇതിൽ വരുന്നു. അത് CPIക്കാരനാവട്ടെ CPIഎംകാരനാവട്ടെ ആരായാലും RSS വൽക്കരണം, കായുവൽക്കരണം, ഫാസിസ്റ്റ് വൽക്കരണം, വിദ്യാഭ്യാസ മേഖല, പാഠ്യപദ്ധതി, പഠിക്കാനുള്ള വിഷയങ്ങളിൽ RSS അജണ്ടകൾ കയറ്റുന്നു, അന്ധവിശ്വാസങ്ങൾ കയറ്റുന്നു, അശാസ്ത്രീയമായ കാര്യങ്ങൾ കയറ്റുന്നു, ചരിത്രത്തിൽ വ്യാജ നിർമ്മിതികൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് നിരന്തരമായിട്ടുള്ള പാർട്ടി ക്ലാസുകളിലൂടെ കടന്നു വന്നിട്ടുള്ള അണികളെ സംബന്ധിച്ചിട്ട് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയുന്നതല്ല. അവിടെ CPIഎം എന്നുള്ള വ്യത്യാസം മാറുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട ഘടകം, ഈ ഒരു തീരുമാനം മാറ്റത്തിൽ CPIഎമ്മിനെ പ്രധാനമായിട്ടും നയിച്ചിട്ടുണ്ടാവും. തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ ഈ നമ്മുടെ ഇപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കാവ്യോത്സവം നടത്താൻ പറ്റില്ല. ഈ കാർഷിക മേഖലയ്ക്ക് ഫണ്ട് വാങ്ങിച്ചിട്ട് കാവ്യോത്സവം നടത്താൻ പറ്റില്ല. മറ്റേ മൃഗസംരക്ഷണ വകുപ്പിന് ഫണ്ട് വാങ്ങിച്ചിട്ട് കാവ്യോത്സവം നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ആശയപരമായ ചില നീക്കങ്ങളിലൂടെ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിൽ കാവ്യയുടെ രൂപം കൂടി തേച്ചു പിടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് നൽകാൻ, അവരുടെ തലച്ചോറിലേക്ക് നിറയ്ക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം, അത് അവരുടെ ചിന്തകൾക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചിന്താശീലങ്ങൾക്ക് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ചെറുതല്ല. അത് വലിയ തരത്തിലേക്ക് അടുത്തടുത്തിരിക്കുന്ന കുട്ടികളിൽ തന്നെ വ്യത്യസ്തമായ ചിന്താഗതികൾ ഈ പാഠ്യപദ്ധതികൾ പഠിക്കുമ്പോൾ ഉണ്ടാകും. അത്തരത്തിൽ അതൊരു വലിയ തരത്തിലുള്ള ഒരു നമ്മളെപ്പോലുള്ള, അതായത് കേരളം പോലുള്ള സംസ്ഥാനത്ത് അതൊരിക്കൽ പോലും അംഗീകരിക്കാനാവില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ ചരിത്രം കേരളത്തിനുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു കേരളം, ആ കേരളത്തിൽ കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള ഈ മതസ്പർദ്ധ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതികൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ദോഷം ഇടതുമുന്നണിക്ക് നന്നായി അറിയാം, CPIഎമ്മിന് അറിയാം, CPIക്ക് അറിയാം. ഈ സംഘടനകൾക്ക്, ഇടതു ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന സംഘടനകൾക്ക്, ഒട്ടുമിക്ക സംഘടനകൾക്കും അറിയാം. ഈ PM ശ്രീ പദ്ധതിക്കെതിരെ ആദ്യം മുതൽ സംസാരിച്ചു തുടങ്ങിയത് SUCI പോലുള്ള തിരുത്തൽ ശക്തികളായ വലിയ തീവ്ര കമ്മ്യൂണിസ്റ്റ് കക്ഷികളാണ്. ഈ പാഠ്യപദ്ധതിക്കെതിരെ വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ ആദ്യഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തി തുടങ്ങിയത്. അത് ശക്തമായി അവർ വിയോജിപ്പ് നടത്തുകയും അവരത് വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള ഈ പദ്ധതികളോ പാഠ്യപദ്ധതികളോ ഒരിക്കലും യോജിച്ച് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇപ്പോഴുണ്ടായത് ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പോരാട്ടമല്ല. ഇവിടെ ഒരു ആശയം, അത് നമുക്ക് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ കേരളത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ആശയം നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ, അതുമായി ഉണ്ടാകുന്ന സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ചിന്തിച്ച് അതുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നടത്തിയ ഒരു നീക്കം, അതിനകത്ത് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് CPI അങ്ങനെ ഒരു നീക്കം നടത്തു. അവർ പ്രത്യക്ഷത്തിൽ ഒരു വിയോജിപ്പുമായി രംഗത്ത് വന്നു. ആ വിയോജിപ്പ് കൃത്യമായും ശരിയാണെന്ന് CPIഎമ്മിനും മനസ്സിലാകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇതിൽ നിന്നും അവർ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ
അല്ലെങ്കിൽ CPM മുന്നോട്ട് വെച്ച ആശയത്തെ കൃത്യമായും CPIM ഉൾക്കൊണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതാണ് ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനെടുത്ത തീരുമാനമെന്ന് വ്യക്തമാണ്. ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ജയപരാജയങ്ങളില്ല. പക്ഷേ ആശയപരമായി നടത്തിയ ഒരു നീക്കത്തിന് ഉണ്ടായ വിജയം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതെ, ഡി ബിനോയിയാണ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉപാധി അംഗീകരിച്ചുകൊണ്ട് CPIM കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചതിൻ്റെ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെ കേന്ദ്രത്തിന് അയക്കുന്ന കത്തിൻ്റെ പകർപ്പ്, അത് തീർച്ചയായിട്ടും ആ കത്ത് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് സമ്പൂർണ്ണമായിട്ടും CPI നേതാക്കൾക്കും അറിയാൻ കഴിയും. അങ്ങനെ ആ രീതിയിലായിരിക്കും മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ആ കത്തയക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നേക്കാം. സ്വാഭാവികമായിട്ട് അത് മാധ്യമങ്ങൾക്ക് കൂടി ലഭിക്കുന്ന രീതിയിൽ സുതാര്യമായിട്ടായിരിക്കും അതിൻ്റെ മുന്നോട്ട് പോക്ക് എന്നാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് ഈ CPIയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേട്ടം എന്നുള്ള നിലയ്ക്ക് അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്.